കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്ന പരിമിതി ഉണ്ടെങ്കിൽ തൊഴിലാളി സംഘടന എന്നുള്ളതിൽ BMS നാഷണൽ സംഘടനയാണ്, ഇന്ത്യയിലെ 1-ാം നമ്പർ സംഘടനയാണ്. BMSന് ശക്തമായി കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സമരം ചെയ്യാനുള്ള അധികാരമുണ്ട്. കേരള ഗവൺമെന്റ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കുറെ അധികം പ്രോബ്ലംസ് ഞങ്ങൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങൾ നമുക്ക് വേറെ എടുക്കാം. ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ പ്രശ്നത്തിലല്ല നമ്മൾ ഈ പണിമുടക്ക് വന്നത്. 1. 2, 200 രൂപ സാമൂഹ്യ പെൻഷൻ കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുമ്പോൾ 1400 രൂപ കേരള ഗവൺമെന്റ് അനുവദിക്കുന്നുള്ള ഉണ്ണികൃഷ്ണൻ കാണാതെ പോകുന്നു. അതേപോലെ 800 രൂപ നീതി ആയോഗ് കേരളത്തിൽ വേതനം കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ജോസഫ് പറഞ്ഞ പോലെ മർസൂഖ് മാണ്ഡവ്യ ലേബർ മിനിസ്റ്റർ കൊണ്ടുവന്ന പുതിയ കമ്മീഷൻ പറയുന്ന ശുപാർശ ഗവൺമെന്റ് അംഗീകരിച്ചിട്ട് ഇനി മിനിമം വേജസ് ഇല്ല, പകരം ഫ്ലോർ ലെവൽ വേജസ് ആണ്. അത് 175 എന്നുള്ളത് 202 രൂപയാക്കി നിജപ്പെടുത്തിയിരിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ ആനയെ ആടും പോലെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് പറയാം. ഇപ്പോ ലൈഫ് മിഷൻ വീടില്ലാത്തവർക്ക് കേന്ദ്രത്തിന്റെ ഫണ്ടാണ്, സ്കീം ഒറിജിനൽ കേന്ദ്രത്തിന്റെയാണ്. 75,000 രൂപ പഞ്ചായത്തിന് കൊടുക്കുമ്പോൾ 4 ലക്ഷം രൂപ തികച്ചു കൊടുക്കുന്നത് കേരളമല്ലേ? അപ്പൊ കേരളത്തിന് ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനം എന്നുള്ള നിലയിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ള ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടുന്ന് 4% GST നമുക്ക് കിട്ടിയിരുന്നതാണ്. സെൻട്രൽ GSTയുടെ 4% കിട്ടിയത് വളരെ പെട്ടെന്ന് 1.9 ആയിട്ട് കുറച്ചു. അതൊക്കെ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. ഈ പണിമുടക്ക് എന്ന് പറയുന്നത്, അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, തൊഴിൽ മന്ത്രിയുടെ ഇന്നത്തെ നിലപാടുകളാണ്. തൊഴിൽ മന്ത്രി അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൂടി ആയതുകൊണ്ട്, ഒരു തൊഴിലാളി പ്രവർത്തനായതുകൊണ്ട് ഒരു ഇച്ഛാശക്തി അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. ശരിയാണ്. കേരളത്തിലെ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ നിർബന്ധമനുസരിച്ച് ലേബർ കോഡുകൾ സംബന്ധിച്ച് സ്റ്റേറ്റിന്റെ ചട്ടങ്ങൾ ഫ്രെയിം ചെയ്യണം എന്നുള്ള നിലയിൽ ആലോചിച്ചു. മിനി ആന്റണി കേരളത്തിൽ ലേബർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. ട്രേഡ് യൂണിയനുകൾ വിളിച്ചൊരു ശില്പശാല നടത്തി. മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്താണ് ഉണ്ണികൃഷ്ണനും ഞാനും അടക്കമുള്ള ജോസഫും ഇളമരം കരീമും ഒക്കെ അടക്കമുള്ള KP രാജേന്ദ്രനൊക്കെ അടക്കമുള്ള സമിതി തീരുമാനിച്ചത്? അന്ന് സജിനാരായണൻ ഒറ്റ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്താ നമ്മൾ തീരുമാനിച്ചത്? നമ്മൾ തീരുമാനിച്ചത് ഗവൺമെന്റിനോട് പറഞ്ഞു, ഗവൺമെന്റ് അത് അനുസരിക്കുകയും ചെയ്തു. ട്രേഡ് യൂണിയനെ വിളിച്ച് ചർച്ച ചെയ്യുന്ന മര്യാദ കാണിച്ചല്ലോ. ഇന്ത്യ ഗവൺമെന്റ് അത് ചെയ്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അവിടെ തീരുമാനിച്ചു സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ ധൃതി പിടിച്ചത് ഫ്രെയിം ചെയ്യണ്ട, അത് പെൻഡിങ് അണ്ടർ കൺസിഡറേഷൻ പറഞ്ഞ് മാറ്റി, കേന്ദ്രം കൊണ്ടുവരട്ടെ എന്നിട്ട് മതി എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുക. അതാണ് മന്ത്രി ഇത് പറഞ്ഞത്, കേരളത്തിൽ നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ. എന്നാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാ, യൂണിയൻ ഗവൺമെന്റ് നിയമം പാസ്സാക്കിയാൽ ഇവിടെ പറ്റൂല എന്ന് പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ, ചില നീക്കുപോക്ക് ചട്ടത്തിൽ. അല്ലാതെ നിയമമായി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഈ പണിമുടക്ക്. പിന്നെ ഏതായാലും ഉണ്ണികൃഷ്ണൻ ഒരു കാര്യം സമ്മതിച്ചു, വേജ് കോഡ് മാത്രമാണ് ഞങ്ങൾ അനുകൂലിക്കുന്ന, ബാക്കി ലോഡുകളെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളത് ഭംഗ്യന്തരാണ് അദ്ദേഹം പറഞ്ഞു. വേജ് കോഡ് മാത്രം കോഡുകളെ എതിർക്കുകയാണെന്ന് പറഞ്ഞു. അതെങ്കിലും എതിർത്തുകൊണ്ട് ഈ പണിമുടക്കിനെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞുള്ളൂ. പുതിയ ചോദ്യം വല്ലതുകൊണ്ട് ഞാൻ പറയാം. ശരി, പുതിയ ചോദ്യമാണ്. ഈ പണിമുടക്കിന് നേതൃത്വം നൽകുന്ന സ്വാഭാവികമായിട്ടും ഈ ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകളാണ്. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് ഡയൻസ്നോൺ പ്രഖ്യാപിക്കുന്ന കാര്യം, ജോലി ചെയ്യാൻ എത്താത്ത, അതായത് കൃത്യമായിട്ടുള്ള കാരണങ്ങളില്ലാതെ എത്താത്തവരെ ഒരു ദിവസം ശമ്പളം കട്ട് ചെയ്യും. ഇതടക്കമുള്ള ഒരു സർക്കുലർ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ജോലി ചെയ്യാൻ വരുന്നവരെ ഏത് വിധേനയും അകത്ത് അവരെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിനിപ്പോൾ കളക്ടർ ആണെങ്കിലും ഒക്കെ DGP ആണെങ്കിലും ഒക്കെ അതിനുള്ള മുൻഗണന എടുക്കണം എന്നൊക്കെ ആ ഒരു സർക്കുലറിൽ സൂചിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഇടതുപക്ഷ സംഘടനകൾ നടത്തുന്ന ഇത്തരമൊരു പണിമുടക്കിന് ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സർക്കുലർ ഇറങ്ങിയത്. എങ്ങനെയാണ് നിങ്ങൾ സംഘടനകൾ ഈ ഒരു സർക്കാരിന്റെ ഈ ഒരു സർക്കുലറിനെ കാണുന്നത്? അത് എന്താണെന്ന് വെച്ചാൽ, ഡയസ്നോൺ തമിഴ്നാട് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരെ ഒരിക്കൽ ഇമ്പോസ് ചെയ്തിട്ട് വളരെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരവും കോടതിയിൽ പോയിട്ടാണ് ആ വിഷയം പരിഹരിക്കപ്പെട്ടത്. അപ്പൊ ഡയസ്നോൺ എന്നുള്ളത് കേരളത്തിലും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ സെൻട്രൽ പബ്ലിക് സെക്ടർ ആണ് റിഫൈനറി പോലുള്ള സ്ഥലത്ത് കഴിഞ്ഞ പണിമുടക്കിൽ 8 ദിവസത്തെ കാശ് കളഞ്ഞു. എന്നിട്ട് ഞങ്ങള് തൊഴിൽ മന്ത്രി അടക്കം ഇടപെട്ട് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് 4 ദിവസത്തെ തിരിച്ചു വന്നു, ബാക്കി 4 ദിവസത്തെ കട്ട് ചെയ്തു. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് കർശനമായിട്ട് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പണിമുടക്ക് വരുമ്പോൾ കോടതി 7-ാം തീയതി കേസെടുത്തു. ഒരു പൊതു താല്പര്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ ഇത് പണിമുടക്ക് നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നു. ഞങ്ങൾക്കൊക്കെ കക്ഷിയായിരുന്നു. ഞങ്ങൾ അതിനകത്ത് കൗണ്ടർ കൊടുത്തു. കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിട്ട് കോടതി ചോദിച്ചു നിങ്ങൾ ഈ പണിമുടക്കിനകത്ത് ഗവൺമെന്റ് ചെയ്യേണ്ട കരുതൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു. ഗവൺമെന്റിന് വേണ്ടി വന്ന വക്കീൽ പറഞ്ഞു, അവിടുത്തെ AGയുടെ ഓഫീസിൽ നിന്ന് ഹാജരായ അദ്ദേഹം പറഞ്ഞു,
ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും കരുതൽ ചെയ്യും. പകരം സംവിധാനങ്ങൾ ഉണ്ടാവും. ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത വിധത്തിൽ കരുതൽ നടപടികൾ ഗവൺമെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ശമ്പളം അതുകൊണ്ട് കട്ട് ഡയസ് ചെയ്യുമ്പോൾ നോൺ എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംഘടന എന്ന കേരളത്തിലെ രീതിയിൽ ഡയസ് നോൺ നിങ്ങൾക്ക് അങ്ങനെ ഇടപെടേണ്ടി വരില്ലേ? KSRTC-യിലും സർക്കാർ ജീവനക്കാർക്കും ഡയസ് നോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുതിയ പണിമുടക്കിലേക്ക് ഇവിടെ വരും കാര്യങ്ങൾ. അല്ല, അതുകൊണ്ട് അതിലേക്കൊന്നും എന്തായാലും ഗവൺമെന്റ് ഇവരുടെ ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുമല്ലോ. ഇവരുടെ ഒരു ദിവസത്തെ ശമ്പളം കട്ട് ചെയ്യുമല്ലോ. അപ്പോ ഗണേഷ് കുമാർ സംഘടന എന്ന തലത്തിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരില്ലേ? വരുമല്ലോ, യാതൊരു സംശയമുണ്ടോ? ഞങ്ങൾ 8 ദിവസം ഈ പണിമുടക്കിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരുടെയോ KSRTC ജീവനക്കാരുടെയോ 8 ദിവസം കാശ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡ് യൂണിയന് വെറുതെ ഇരിക്കാൻ പറ്റുമോ? BMS സമ്മതിക്കുമോ? വെറുതെ ഇരിക്കാൻ സമ്മതിക്കുമോ? ഞങ്ങൾ ശക്തമായിട്ട് വരും.